ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഒരു ചിരട്ട ഞാൻ കുറച്ചധികം സമയം വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചിരട്ട വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഒരു DIY ആണ് കേട്ടോ. ജസ്റ്റ് ഒരു ഡെക്കറേഷൻ ഐറ്റം പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം. അതിനു മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ചിരട്ടേൻ്റെ മേലത്തെ ഈ ഒരു ഗ്രിപ്പ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ചകിരീൻ്റെ പോലത്തെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ ചെത്തി എടുത്തിട്ടുണ്ട്. നല്ലോണം ഉരച്ചിട്ട് ആ ഒരു ഗ്രിപ്പ് വരുന്ന പോർഷനൊക്കെ നമ്മൾ ഇളക്കി മാറ്റാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ജോലി, അതായത് ഈ ഒരു ഗ്രിപ്പ് വരുന്ന ആ ഒരു ഭാഗം ഈസി ആയിട്ട് ഇളക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധിക സമയം ഈ ഒരു ചിരട്ട വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതങ്ങനെ ഞാൻ ആ ഒരു ചിരട്ട നല്ല ക്ലീൻ ആക്കി നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ചിരട്ടൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് വെള്ളത്തൊക്കെ വെച്ചിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ പെയിൻറ്റിങ് പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിത് വെച്ചിട്ടൊരു വാട്ടർ മെലൺ, തണ്ണിമത്തൻ, വത്തക്ക എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഷേപ്പിലൊന്ന് വരച്ചെടുക്കാൻ കേട്ടോ. ഒരു വത്തക്ക ഹാഫ് കട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു രീതിയിൽ നമ്മളിതൊന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പം മേലെ ഞാൻ ഈ ഒരു ഗ്രീൻ കളറാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഷെയ്ഡ് ഞാൻ മിക്സ് ചെയ്തതൊന്നുമല്ല, നമ്മുടെ സാധാരണ ആ ഒരു അക്രിലിക്കിൻ്റെ പെയിൻറ്റ് തന്നെയായിരുന്നു ഈ ഒരു കളർ, ഈ ഒരു ഗ്രീൻ കളറായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ട് ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറം ഭാഗം മുഴുവനായിട്ട് ഇത് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതിലൊരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്തിട്ടില്ല. കാരണം ചിരട്ട നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ വെള്ളം ആഡ് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പെയിൻറ്റ് ഒലിച്ചിറങ്ങും, പെയിൻറ്റ് മുഴുവനായിട്ട് സ്പ്രെഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കളർ ഗ്രീനാണ്. അപ്പോൾ ഇത് എന്താണ് കളർ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വരുന്നൊരു ഗ്രീൻ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വരുന്ന ഗ്രീൻ കൊണ്ടാണ് ഞാൻ ഈ ഒരു നടുവിൽ ഇതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ കാണുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് 3 ഭാഗത്തോ അല്ലെങ്കിൽ 4 ഭാഗത്തായിട്ടും അങ്ങനത്തെ ഒരു ഡിസൈൻ പോലെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഈ ഒരു വക്ക് പോലത്തെ സംഭവം ഉണ്ടല്ലോ, ആ ഒരു വക്ക് പോലത്തെ സംഭവം അവിടെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈറ്റ് ഗ്രീൻ കളറും പിന്നെ കുറച്ച് അതിൽ വെള്ള കളറില്ല, വൈറ്റ് കളർ കൂടെ ചെയ്ത് കൊടുത്തിട്ട് ആ രണ്ടും മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ആ ഒരു വക്ക് പോലെ വരുന്ന ആ ഒരു ഭാഗം പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വത്തക്ക മുറിച്ചാൽ ആ ഒരു ഭാഗത്തിന് മാത്രം വേറെ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത് വത്തക്കേൻ്റെ. അപ്പോൾ ഇതായത് അതിൻ്റെ ഉൾഭാഗം മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു റെഡ് കളർ വെച്ചിട്ട് മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ തവണ പെയിൻറ്റ് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷമാണ് അടുത്ത പെയിൻറ്റിങ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഇതും ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി അതും നന്നായിട്ട് ഡ്രൈ ആയി അതിന് ശേഷം ഞാൻ ഇതിലിങ്ങനെ ആ കുരു പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ബ്ലാക്ക് കളർ ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ആ ഒരു കുരുവിൻ്റെ ഷേപ്പിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഏകദേശം മുഴുവനായിട്ട് കുരുവൊക്കെ അത് ഞാൻ കുറച്ച് കുരുവായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, അത്ര മതിയെന്ന്. പക്ഷേ അതിൽ കുരു വരുമ്പോഴാണ് ഭംഗിയെന്ന് കണ്ടപ്പോൾ ഞാൻ കൂടുതലായിട്ട് വരച്ചു കൊടുത്തു. അപ്പോൾ ഒരു ഇത്തിരി എങ്കിലും ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിലൊക്കെ എല്ലാ ആ ഒരു കുരുവിൻ്റെ ഉള്ളിൽ ഞാൻ ഇതേപോലെ വൈറ്റ് കളർ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടു. അപ്പോൾ അത് ചെയ്ത പാടെ നമുക്ക് അത്ര ഒരു ഇത് ഫീൽ കിട്ടില്ല. പക്ഷേ അത് നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആയി കഴിയുന്ന ടൈമിൽ ആ ഒരു കുരുവിൻ്റെ ഒരു നിഴൽ പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതുപോലെ ഉണ്ടാവും കേട്ടോ സംഭവം. അപ്പോൾ ഇതാ പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ ഡ്രൈ ആക്കി വെച്ചു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഒരു വത്തക്ക മുറിച്ച് വെച്ചതുപോലത്തെ ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്കൊരു കാണാൻ സുഖമുള്ളൊരു സംഭവം, അല്ലെങ്കിൽ നമ്മൾ സ്വയം ഉണ്ടാക്കിയൊരു സംഭവം, ഒരു വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഓരോന്ന് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഹോം ഡെക്കോറായിട്ടും ടേബിൾ ഡെക്കോറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് ടേബിളിലൊക്കെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ. അപ്പം എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് എത്തി വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.